നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ചുറ്റിനുമുള്ള ഒരുപാട് ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾക്കിത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ചിന്തകളെല്ലാം മറ്റുള്ളവർ കേൾക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ചില സ്പിരിച്വൽ മാസ്റ്റേഴ്സെങ്കിലും പറയുന്നത് ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നാണ്. ഇതെപ്പോഴും സംഭവിക്കുന്നു അത്രേ. നിങ്ങൾക്ക് മാത്രമല്ല, ഈ ലോകത്തുള്ള എല്ലാ ആൾക്കാർക്കും ഇത് സംഭവിക്കുന്നുണ്ടത്രേ. ചിലവർ ഇത് തിരിച്ചറിയുന്നു. ഭൂരിഭാഗം ആൾക്കാരും ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല. പറയുന്നത് എപ്പോഴൊക്കെ നമ്മൾ എന്തൊക്കെ ചിന്തിക്കുന്നുവോ അതൊക്കെ പ്രക്ഷേപണം ചെയ്യപ്പെടുന്നു എന്നാണ്, ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെടുന്നു എന്നാണ്. ഈ ചിന്തകളെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് പോകുന്നുണ്ടത്രേ. ഇത് ബാക്കിയുള്ള ആൾക്കാരെല്ലാം ബാധിക്കുന്നുണ്ടത്രേ. വളരെ ശക്തമായിട്ടല്ല, വളരെ സട്ടിലായി, വളരെ സൂക്ഷ്മമായിട്ടാണ് മാത്രം. അതുകൊണ്ട് തന്നെ ഇത് കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനൊരു സംഭവം നടക്കുന്നത് ആർക്കും കണ്ടുപിടിക്കാൻ സാധിക്കും. ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ജനിക്കുമ്പോൾ തൊട്ട് തന്നെ അത് പുറത്തേക്ക് പോകുന്നുണ്ട്. അത് പ്രക്ഷേപണം ചെയ്യപ്പെടുന്നുണ്ട്. അത് എല്ലാവരുടെ അടുത്തും എത്തുന്നുണ്ട്. ഒരു കല്ലെടുത്ത് തടാകത്തിലേക്ക് എറിയുന്നത് പോലെയാണിത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളൊരു കല്ലെടുത്ത് ഒരു തടാകത്തിലേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? കല്ല് പോകുന്നത് താഴത്തേക്കാണ്, പക്ഷെ അത് റിപ്പിൾസ് സൃഷ്ടിക്കുന്നു, അലകൾ സൃഷ്ടിക്കുന്നു. ആ കല്ല് തടാകത്തിൻ്റെ അടിത്തട്ടിലെത്തുമ്പോഴും അലകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ശരിയല്ലേ? ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിലും ഒരു ചിന്ത ജനിക്കുമ്പോൾ സംഭവിക്കുന്നത്. ഇത് വളരെ നോർമലാണ്. ഇതെല്ലാവർക്കും സംഭവിക്കുന്നുണ്ട്. പക്ഷെ മിക്ക ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് ശ്രദ്ധയില്ലെന്ന് മാത്രം. മിക്ക ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് യാതൊരു ബോധവുമില്ലെന്ന് മാത്രം. നിങ്ങളിത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ നിങ്ങൾക്കൊരല്പം ബോധമുണ്ടെന്നർത്ഥം. ഇതുകൊണ്ടാണ് വലിയ സന്യാസിമാരൊക്കെ എപ്പോഴും പറയുന്നത് ഉള്ളിൽ എപ്പോഴും നല്ല ചിന്തകൾ കൊണ്ടു നടക്കുമെന്ന്. കാരണം നമ്മുടെ ചിന്തകൾ ചുറ്റിനുമുള്ള ആൾക്കാരെ ബാധിക്കുന്നുണ്ട്. ചിന്തകൾ മാത്രമല്ല, ഫീലിങ്സും ഇമോഷൻസും എല്ലാം ചുറ്റിനുമുള്ള എല്ലാ ആൾക്കാരെയും ബാധിക്കുന്നുണ്ട്. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കൂടി ചേർക്കാം. മനുഷ്യരെ മാത്രമല്ല, മൃഗങ്ങളെയും ചെടികളെയും മരങ്ങളെയും വരെ നിങ്ങളുടെ ചിന്തകൾ ബാധിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഇത് സെൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടൊരു കാര്യമാണ്. ഒരു വ്യക്തി ഒരു മരത്തിനടുത്ത് നിൽക്കുമ്പോൾ അയാളുടെ ഇമോഷൻസും ഫീലിങ്സും മരത്തിന് സെൻസ് ചെയ്യാൻ സാധിക്കുന്നുവെന്ന്. വെറുതെ പറയുന്നതല്ല. നിങ്ങളൊരു മരത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ദേഷ്യമാണെങ്കിൽ അത് മരം സെൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വിഷമിച്ചാണ് നിൽക്കുന്നതെങ്കിൽ അതും മരം സെൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മരത്തിൻ്റെ അടുത്ത് സ്നേഹത്തോടെയാണ് നിൽക്കുന്നതെങ്കിൽ അതും മരത്തിന് സെൻസ് ചെയ്യാൻ സാധിക്കുന്നു. ഇതൊക്കെ പോട്ടെ, നിങ്ങളൊരു മരത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ മരത്തെ മുറിക്കുന്നതിന് ചിന്തയാണെങ്കിൽ മരം ഭയക്കുന്നു അത്രേ. മരം ഭയം അനുഭവിക്കുന്നു അത്രേ. ഒരു കോടാലി കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ മരത്തിൻ്റെ അടുത്ത് നിന്ന് ഈ മരം ഒന്ന് വെട്ടിയാലോ എന്ന് ആലോചിച്ചാൽ മാത്രം മതി. മരം ഭയം അനുഭവിക്കുന്നു അത്രേ. ഇങ്ങനൊരു പ്രതിഭാസം നടക്കുന്നുവെങ്കിൽ അതിനർത്ഥം എന്താണ്? അതിൻ്റെ കാരണം എന്താണ്? ഒരൊറ്റ ഉത്തരമേ ഇതിനുള്ളൂ. നിങ്ങളുടെ ചിന്തകൾ പുറത്തേക്ക് പോകുന്നുണ്ട്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ഉള്ളിലുള്ളൊരു ചിന്ത ഒരു മരത്തിനറിയാൻ സാധിക്കുന്നത് എങ്ങനെ? സത്യം ഇതാണ്, നമ്മളെല്ലാവരും കണക്റ്റഡാണ്. കടലിന് നടുക്ക് നിൽക്കുന്ന ഒരു ദ്വീപ് പോലെയല്ല നമ്മൾ. നമ്മൾ ഒറ്റപ്പെട്ടൊരു ജീവിയല്ല, ഒരു വല പോലെയാണ് നമ്മൾ. നോക്കൂ, വലയുടെ എല്ലാ പോർഷൻസും തമ്മിൽ ബന്ധമുണ്ട്. അത് കണക്റ്റഡാണ്. വലയുടെ രണ്ട് അറ്റങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവ ഒത്തിരി ദൂരെ ആയിരിക്കാം, പക്ഷെ അവർ തമ്മിൽ ബന്ധമില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റായിരിക്കും. എല്ലാ ഭാഗവും മറ്റു ഭാഗവുമായി കണക്റ്റഡാണ്. നമ്മുടെ കാര്യവും അങ്ങനെ തന്നെ. ഇവിടെ ഒറ്റപ്പെട്ടൊരു ജീവിയില്ല, ഒറ്റപ്പെട്ടൊരു വസ്തുവില്ല. ഇവിടെ എല്ലാം കണക്റ്റഡാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ചിലർക്കെങ്കിലും ഇത് വല്ലാത്തൊരു അനുഭവമായി തോന്നിയേക്കാം. ആദ്യമായിട്ട് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം. ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് വളരെ നോർമലാണ്. നമ്മൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും ഇതൊക്കെ ഒരുപാട് നാളായി സംഭവിക്കുന്നുണ്ടായിരുന്നു.
നമ്മളിതിനെക്കുറിച്ച് ബോധവാനായത് ഇപ്പോഴാണെന്ന് മാത്രം. സത്യത്തിൽ ഇത് നല്ലൊരു അവസരമാണ് കൂടുതൽ ബോധവാനാവാൻ, ഉള്ളിൽ നല്ല ചിന്തകൾ നിറയ്ക്കാൻ. ഈശ്വരൻ നിങ്ങൾക്കൊരു അവസരം തന്നിരിക്കുകയാണ്. ആരും അറിയാതെ ഈ ലോകത്തിൽ നിങ്ങൾക്ക് പോസിറ്റീവായൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നു. നിങ്ങളുടെ ചിന്തകളുടെ ശക്തിയുണ്ട്. ഒന്നും പറയാതെ, ഒന്നും ചെയ്യാതെ നിങ്ങളുടെ ചിന്തകളുടെ ശക്തി കൊണ്ട് മാത്രം നിങ്ങൾക്ക് ചുറ്റിനും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ചിലരെങ്കിലും ചോദിക്കാറുണ്ട്, ഒറ്റയ്ക്ക് പോയി തപസ്സരിക്കുന്ന, ഒറ്റയ്ക്ക് പോയി ധ്യാനിക്കുന്ന സന്യാസിമാർ ലോകത്തിന് എന്ത് ഗുണമാണ് ചെയ്യുന്നതെന്ന്. ഒരു സാധാരണ മനുഷ്യന് അവൻ്റെ ചിന്തകളുടെ ശക്തി കൊണ്ട്, അവൻ്റെ ലിമിറ്റഡ് എനർജിയിൽ നിന്നുകൊണ്ട് ചുറ്റിനുമുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ പലതരം ഇഫക്റ്റുകൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നുവെങ്കിൽ ഒരുപാട് എനർജിയുള്ള ഒരു സന്യാസിയുടെ ചിന്തയുടെ ശക്തി എത്രത്തോളമായിരിക്കും? നമ്മൾ പോലും അറിയുന്നില്ലെങ്കിലും എത്രയോ ആൾക്കാർ അവരുടെ മുറിയിലിരുന്നു കൊണ്ട് തന്നെ ഈ ലോകത്തിനെ പോസിറ്റീവായൊരു ദിശയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് ഈ ലോകം, ശരിയല്ലേ?